എന്നോട് പലരും ചോദിക്കാറുണ്ട് ഈ സങ്കീർത്തനം എന്നാ ഒത്തിരി ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, വേദപുസ്തകത്തിലെ എല്ലാ പുസ്തകങ്ങളും ഇഷ്ടമാണെങ്കിലും എപ്പോഴും വർത്തമാനകാലത്ത് നിൽക്കുന്ന ഒരു പുസ്തകമാണ് സങ്കീർത്തനം. ഏത് പ്രായത്തിൽപ്പെട്ടവർക്കും ഏത് തുറകളിൽപ്പെട്ടവർക്കും ഒരുപോലെ യോജിക്കുന്ന, വ്യക്തിപരമായി ഓരോരുത്തരോടും ഇടപെടുകയും സംസാരിക്കുകയൊക്കെ. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഒരു പ്രയാസമായി ഓടിപ്പോയി സങ്കീർത്തനമായിരിക്കും ചിലപ്പോൾ വായിക്കുന്നത്. അപ്പം അത്രയ്ക്കും മനുഷ്യനെ സ്വാധീനിക്കുന്ന ഒരു സങ്കീർത്തനം. ഞാനിപ്പോൾ ഒരു 7 വർഷമായി തിരുവാർപ്പ് സഭയിൽ ഇരുന്നത്. ആകെ 16 സങ്കീർത്തനമേ ഞാനവിടെ വായിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ പോയ ഒരു 150 സങ്കീർത്തനമൊക്കെ തീരുമ്പോഴേക്കും എത്ര വർഷമാകുമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അപ്പം സങ്കീർത്തനം നമ്മളെല്ലാം ഒത്തിരി സ്വാധീനിക്കുന്നുണ്ട്. ഈ 15ാം സങ്കീർത്തനം തന്നെ ആകെ എത്ര വാക്യമുണ്ട് ഈ 5ാം സങ്കീർത്തനത്തിൽ? എന്നോട് പാസ് വെച്ച് ഏത് സങ്കീർത്തനം വായിക്കും? ഞാൻ പറഞ്ഞ ഏറ്റവും ചെറിയൊരു സങ്കീർത്തനം വായിക്കേ. 1ാമത്തെ വാക്യത്തിൽ തന്നെ പ്രാർത്ഥനയെക്കുറിച്ച് വളരെ രണ്ട് വാക്യങ്ങൾ, 1-2 വാക്യങ്ങളിൽ പ്രാർത്ഥനയെക്കുറിച്ച് ഒത്തിരി സവിസ്തരമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇൻഡിവിജ്വലായിട്ടും അങ്ങ് കോമൺ ആയിട്ടും ഒക്കെ ഒത്തിരി കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. 7ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാനോ നിന്റെ കരുണയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തെങ്കിലേക്ക് നോക്കി നിങ്ങളിലുള്ള ഭക്തിയോടെ ഞാൻ ആരാധിക്കും. അങ്ങനെ ഒത്തിരി 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 സ്വാധീനതയുള്ള, നമ്മളെയൊക്കെ വ്യക്തിപരമായി സ്വാധീനിക്കുന്ന, നമുക്ക് ഒത്തിരി എടുത്തു പറയത്തക്ക നിലയിൽ നമ്മുടെ ഹൃദയത്തിൽ ഒത്തിരി തൊടുന്ന, സ്പർശിക്കുന്ന ഒത്തിരി വാക്യങ്ങളുണ്ട്. ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിങ്ങളിലുള്ള ഭക്തിയോടെ. ഈ നമ്മളൊക്കെ ദൈവത്തെ ഒത്തിരി ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നവരുടെ കൂട്ടത്തിലാണ്. പക്ഷേ നമ്മളൊക്കെ ഈ സാധാരണ ഞാനിങ്ങനെ എൻ്റെ സഭയിൽ പറയാറുണ്ട്, വിശ്വാസികൾ ഈ കച്ചിക്ക് തീ പിടിച്ചതുപോലെ ആകരുത്. പാട്ട് കഴിയുമ്പോൾ, ആരാധന കഴിയുമ്പോൾ, ആശീർവാദം പറഞ്ഞ് കഴിയുമ്പോഴേക്കും ആ സാധനമല്ല നമ്മളെ വിട്ടുപോയി. പിന്നെ നമ്മൾ വേറൊരു വ്യക്തിയായിട്ടാണ് പുറത്തിറങ്ങുന്നത്. പക്ഷെ മുട്ടിക്ക് തീ പിടിക്കാൻ ദിവസങ്ങളോളം നിന്ന് കത്തും. നിങ്ങൾ കണ്ടില്ല, ആമസോൺ കാടുകളിലൊക്കെ വൃക്ഷങ്ങൾക്ക് തീ പിടിച്ച് വർഷങ്ങളോളം നിന്ന് കത്തുന്ന മരങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് ആത്മഹത്യ വ്യാപരിച്ചാൽ അത് വർഷങ്ങളോളം നിന്ന് കത്തണം. ഒരു ആരാധന കഴിയുമ്പോഴോ, ഒരു കൂട്ടായ്മ കഴിയുമ്പോഴോ, ഒരു ഫാസ്റ്റ് പ്രയർ കഴിയുമ്പോഴോ ഒന്നും ആ തീ കെട്ടുപോകരുത്. വർഷങ്ങളോളം കത്തത്തക്ക നിലയിൽ വിശ്വാസികൾ ഏൽപ്പിച്ചു കൊടുക്കണം. നാമൊക്കെ അറിയാം, നമ്മളൊക്കെ ജീവിക്കുന്ന, പ്രത്യേകിച്ച് നമ്മുടെ ഭാരതം, ഇവിടെ ഇഷ്ടംപോലെ ദൈവങ്ങളുള്ള രാജ്യമാണ് അല്ലേ? നമ്മുടെ ഇന്ത്യയിൽ ഇഷ്ടംപോലെ ദൈവങ്ങളുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഈ വേദപുരാണങ്ങളൊക്കെ ഒന്ന് എൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ഇങ്ങനെ ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി ഞാനിങ്ങനെ വായിച്ചു വന്നപ്പോൾ എനിക്ക് തോന്നി ഈ ദൈവങ്ങളൊക്കെ ഒന്ന് എണ്ണി നോക്കിയാലോ. അപ്പം ഞാൻ ഈ വേദങ്ങൾ പുരാണങ്ങളൊക്കെ ഇങ്ങനെ പഠിച്ചു വന്നപ്പം നമുക്കറിയാം 33 കോടി ദേവഗണങ്ങളും 47 കോടി അസുരഗണങ്ങളും 67 കോടി ഭൂതഗണങ്ങളും 14,000 കോടി ദുരാത്മാക്കളും വ്യാപരിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ രാജ്യം. ഇവിടെ ആര്യ ദ്രാവിഡ ദേവഗണങ്ങളൊക്കെ ഇഷ്ടംപോലെയുണ്ട്. ഇതിന്റെ എല്ലാം മധ്യത്തിൽ വേണം വിശ്വാസികൾ ദൈവത്തെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ കബഡിയൊക്കെ കളിക്കുന്നത്? കബഡി പറഞ്ഞു വരുന്ന ഒരാൾ മുമ്പോട്ട് ഓടി വരും. കുറെ ആൾക്കാർ വട്ടത്തിൽ നിന്ന് പിടിച്ചവനെ കമഴ്ത്തി കിടത്തി അവന്റെ മുതുകത്തും കയ്യേലും കാലിലും ചവിട്ടി കഴുത്തിലും കുത്തിപ്പിടിച്ച് അവന്റെ ചങ്കിന് കയറിയിരുന്ന് മണ്ണിനോട് അവനെ അമർത്തി പിടിക്കും. ഇതുപോലെ വിശ്വാസികൾ പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോ, ആരാധനയ്ക്കിരിക്കുമ്പോ നിന്റെ മേൽ എത്ര പൈശാചിക ശക്തികളെ വ്യാപരിക്കുന്നത്. ഒരു നല്ല കബഡിക്കാരൻ, നല്ല ബാലൻസ് ഉള്ള എക്സ്പീരിയൻസ്ഡ് ആയ ഒരു കബഡിക്കാരൻ അവന്റെ മേളിലുള്ള എല്ലാ ഭാരങ്ങളെയും എല്ലാ ശത്രുവിനെയും കുടഞ്ഞെറിഞ്ഞ് അവൻ എഴുന്നേൽക്കുന്നത്. അപ്പോ ഈ ശക്തി ദൈവമക്കൾ ദൈവത്തിന് പ്രാർത്ഥിക്കണം. അത് 1-2 ദിവസങ്ങൾ കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നതല്ല. വിശ്വാസികൾ ആരാധിക്കാനും പ്രാർത്ഥിക്കാനും തയ്യാറായാൽ നിന്റെ മേൽ ദൈവത്തിന് ശക്തി പകരാൻ ദൈവം തയ്യാറാണ്. പക്ഷെ നീ തയ്യാറാകാതെ ഇരിക്കുന്നത് കൊണ്ട് ദൈവത്തിന് ഒന്നും ചെയ്യാൻ കഴിയാതിരിക്കുന്നത്. നീ കത്താൻ തയ്യാറായാൽ കത്തിക്കാൻ ദൈവം തയ്യാറാണ്. നീ ഇരിക്കാൻ തയ്യാറായാൽ നിന്നെ എഴുന്നേൽപ്പിക്കാൻ ദൈവം തയ്യാറാണ്. നമ്മുടെ ആരാധനയിൽ ബേക്കിംഗ് ഉണ്ടാകണം, ബേക്കിനുണ്ടാകണം, ഉറക്കമുണരണം, ചൈതന്യം പ്രാപിക്കണം, സാക്രിഫൈസ് ചെയ്യണം, ദഹനം ഉണ്ടാകണം. ഇതൊന്നും നമ്മുടെ ആരാധനകളിൽ പലപ്പോഴും ഞാൻ കാണാറില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല. നമ്മളൊക്കെ ആരാധിക്കാൻ അങ്ങ് പോകാറുണ്ട്. നമ്മൾ ഉണർത്തപ്പെടാറുമില്ല, ചൈതന്യം പ്രാപിക്കാറുമില്ല, നമ്മൾ ദഹിക്കാറുമില്ല, ദഹിക്കാൻ കൊടുക്കാറുമില്ല. നിങ്ങൾ പാട്ട് കണ്ടില്ലേ? നിനിയാകപീഠത്തിൽ വയ്ക്കും നിന്നെ ദഹിപ്പിക്കാൻ നീ പൂർണ്ണചാരമായി. ഇത് ആരാധന എന്ന് പറയുന്നത്. നമ്മളെ ദൈവത്തിന്റെ സന്നിധിയിൽ സമ്പൂർണ്ണമായും വിട്ടുകൊടുക്കണം. നിന്റെ ദേഹത്തെയും നിന്റെ ദേഹിയെയും ആത്മാവിനെ എല്ലാം ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തു കഴിയുമ്പോൾ ദൈവം അതിനെ ദഹിപ്പിക്കാൻ തുടങ്ങും.
അപ്പം നമ്മെ സമ്പൂർണമായ ദൈവത്തിന്റെ ഇഷ്ടത്തിന്, ദൈവഹിതത്തിന് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുക. നമുക്ക് വളരെ സമയം തീരെ കുറവാണ്. അല്ലെങ്കിൽ ഞാൻ ബൈബിളൊക്കെ തുറന്ന് എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാം, നിങ്ങളുടെ പാസ്റ്റർമാരൊക്കെ നാളെ സഭായോഗങ്ങൾക്കും തുടർന്നുള്ള മീറ്റിങ്ങുകൾക്കൊക്കെ നിന്റെ ആരാധന കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? നിങ്ങൾ റോമാലേഖനം 12-ാം അധ്യായം 1-ാമത്തെ വാക്യം എത്ര പേർക്കറിയാം? കാണാപ്പാട് 1-2 വാക്യം. റോമാലേഖനം 12-ാം അധ്യായം 1-2 വാക്യം. ഒന്ന് പറഞ്ഞേ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന് മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് എന്തെന്നാൽ, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയാ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമായ ആകണം. പിന്നെ പറയും നന്മയും പൂർണ്ണതയുമുള്ള ദൈവീതം എന്തെന്ന്. ഈ തിരിച്ചറിവുണ്ടോ? ഈ തിരിച്ചറിവ് ഇവിടെ ഇരിക്കുന്ന എത്ര ദൈവമക്കൾക്ക് ഈ തിരിച്ചറിവുണ്ട്? ദൈവത്തിന് നന്മ, ദൈവത്തിന് ഹിതം, ദൈവത്തിന് പ്രസാദമായത്. ഞാൻ എൻ്റെ വിശ്വാസികൾ പറയാറുണ്ട്, ദൈവം നിങ്ങളെ ശപിക്കരുത്, ദൈവം നിങ്ങളെ വെറുക്കരുത്. ദൈവം ശപിക്കുകയും ദൈവം വെറുക്കുകയും ചെയ്യുന്ന യാതൊന്നും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ഞാൻ സുവിശേഷ വിലയ്ക്ക് കൊണ്ട് ഇറങ്ങിയപ്പോൾ എൻ്റെ അച്ചാച്ചൻ എന്നോട് ആദ്യം പറഞ്ഞ വാക്കാണ്, ദൈവം ശപിക്കരുത്, ദൈവം വെറുക്കരുത്. ദൈവം ശപിക്കുകയും വെറുക്കുകയും ചെയ്യുന്നതൊന്നും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. നീ നിന്റെ മക്കൾക്ക് വലിയ വിദ്യാഭ്യാസം കൊടുത്തില്ലെങ്കിലും, നിന്റെ മക്കൾക്ക് ഒത്തിരി ബാങ്ക് ബാലൻസ് കൊടുത്തില്ലെങ്കിലും, ദൈവത്തിന് ശാപം വരുന്നതൊന്നും നിന്റെ പ്രവൃത്തി